ഫ്രണ്ട്സ് കുറേ കാര്യങ്ങളുടെ കുട്ടിക്കറക്കോട്ടോ ഇന്ന് നമ്മുടെ കാശിക്കുട്ടിനെ ട്യൂഷനാക്കിയിട്ട് ഞങ്ങൾ 3 പേര് വർക്ക്ഷോപ്പിലോട്ട് പോവാട്ടോ. നമ്മുടെ കാറിൻ്റെ വൈപ്പറിന് ചെറിയൊരു കംപ്ലൈൻറ്റ്, അത് റെഡിയാക്കാൻ വേണ്ടി വന്ന് അവിടെ ചെന്നപ്പോൾ നമ്മുടെ കല്ലൂസ് ഭയങ്കര കളി, എൻ്റെ കൈയൊക്കെ പിടിച്ച് വട്ടം കറങ്ങി കളിക്കുമായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് അവർ റെഡിയാക്കാൻ ഊരിച്ച് വൈപ്പർ എടുത്തോട് കോടാലിയായിട്ട് കളിക്കുന്നു. പിന്നെ എന്ത് പറയാനാ ഫ്രണ്ട്സ്, അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കാറിന് കൂളിംഗ് പേപ്പർ ഒട്ടിക്കാൻ വന്നു. ഈ ഷോപ്പിന് തൊട്ടപ്പുറത്താണ് നമ്മൾ കാശിക്കുട്ടിനെ സ്ഥിരമായിട്ട് എയർ കട്ട് ചെയ്യാൻ വരുന്നത്. അവിടെ ആട്ടോ ഈ കല്ലൂസ് ഒളിഞ്ഞു നോക്കുന്നത്. അവരുമായിട്ട് കുറേ നേരം കളിച്ച് എവിടെ ചെന്നാലും കല്ലൂസിൻ്റെ കുസൃതിക്ക് ഒരു കുറവില്ല. പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് ഭയങ്കര ദാഹം ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വന്നതാണ്. നമ്മുടെ കല്ലൂസ് സോഡ നാരങ്ങ വെള്ളം കുടിക്കുന്നതിന് എക്സ്പ്രഷൻ ആയിട്ട് ഈ മുഖത്താണെന്ന്. പിന്നെ ഞാനും ഏട്ടൻ ഒരു ഏത്തയ്ക്കാപ്പൂ ഒരു നെയ്യപ്പൂ ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ 2 പേരും കൂടെ ഏട്ടൻ രാധാസിക്ക് ഉണ്ടാക്കിയിട്ട് എനിക്ക് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. ഏട്ടൻ എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം എടുത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും ഏട്ടൻ വന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു മോള് പപ്പടമായിട്ട് വന്നു കേട്ടോ. അങ്ങനെ അതും വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോവാണ്. ഞങ്ങളുടെ അമ്പലത്തിൽ ഇപ്പോൾ സപ്താഹം നടക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒരു നേരത്തെ അന്നം പോയി കഴിക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് 3 പേർക്കും അമ്മ ഫുഡൊക്കെ വാങ്ങിച്ച് വെച്ചിരുന്നു. അങ്ങനെ കല്ലൂസിനും കാശിക്കുട്ടിനൊക്കെ വാരിക്കൊടുത്ത് ഏട്ടനും ഞാനും ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈ കടലാസ് പൂ വേണം പറഞ്ഞ് 2 പേരും ഭയങ്കര വഴക്ക് ഫ്രണ്ട്സ്. അങ്ങനെ ഏട്ടൻ അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് അത് 2 പേർക്കും പറിച്ചു കൊടുത്തു. നിങ്ങളുടെ നാട്ടിൽ എന്തോ ഫ്രണ്ട്സിന് പറയുന്നത് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ 2 പേരും കാടും പടലും ഒക്കെ പറിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് ഫ്രണ്ട്സ്. അപ്പോൾ ബൈ.